എരുമേലി പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ഒരാളെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അക്രമ സ്വഭാവം കാണിച്ച പ്രതിയെ കീഴ്പ്പെടുത്തിയതാണെന്ന് പോലീസിന്റെ വാദം. എരുമേലി ടൗണിൽ സംഘർഷമുണ്ടാക്കിയ കേസിലെ പ്രതിയാണിതെന്നും പോലീസ് പറയുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ക്രൂരമായ മർദ്ദനം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത്. പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ ന്യായീകരിക്കുന്നത്? വിവരങ്ങൾ. സ്വാതി, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു ദൃശ്യം പുറത്തു വന്നത്. എരുമേലി പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരാളെ പോലീസ് ഉദ്യോഗസ്ഥർ വട്ടം ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യത്തിലുള്ളത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രതിയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പോലീസിനോട്, എരുമേലി പോലീസിനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന പ്രതി സ്റ്റേഷനുള്ളിൽ വെച്ച് അക്രമ സ്വഭാവം കാണിക്കുകയുണ്ടായി. തുടർന്ന് അയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വന്നതെന്നാണ് പോലീസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എരുമേലി ടൗണിൽ സംഘർഷമുണ്ടാക്കിയ കേസിലെ പ്രതികളെയാണ് ഇത്തരത്തിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയുണ്ടായത്. അതിനുശേഷം അതിലൊരു പ്രതി ഇത്തരത്തിൽ അക്രമ സ്വഭാവം കാണിച്ചതിനെ തുടർന്ന് അയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മൊബൈലിൽ ചിത്രീകരിച്ചതാണ് ഈ ദൃശ്യങ്ങൾ. എന്തായാലും ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വളരെ ക്രൂരമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. 3-4 പോലീസുകാർ വട്ടം ചേർന്ന് നിന്നുകൊണ്ട് ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് വാർത്തയായ സാഹചര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉന്നത തലങ്ങളിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ശരി ഗോകുൽ, എരുമേലി പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചത്. സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ഒരാളെ മർദ്ദിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. പ്രതിയെ കീഴ്പ്പെടുത്തിയതാണ് എന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്.